നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 662. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 662. ഇന്നലെ മിനിഞ്ഞാന്നും എസ്റ്റർഡേ ആൻഡ് ഡേ ബിഫോർ എസ്റ്റർഡേ ലാസ്റ്റ് 2 എപ്പിസോഡ് അബ്രപ്റ്റായിട്ടാണ് എൻഡ് ചെയ്തത്. കാരണം 2 ദിവസം എയറോ മോഡിൽ വയ്ക്കാൻ മറന്നു. അപ്പോൾ മറ്റുള്ളവർ വിളിച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ അതോടുകൂടി ഇത് തീരും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു അൺസാറ്റിസ്ഫൈഡ് എപ്പിസോഡായിരുന്നു. സാരമില്ല, ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, എയറോ മോഡിൽ വെച്ചിട്ടുണ്ട്, നോക്കാം. അപ്പോൾ നമ്മൾക്ക് 158 സർഗം മൃഗചരിതം. അതിൽ ഒരു ശ്ലോകേ പറഞ്ഞുള്ളൂ. എന്താണത്? ശിവഭക്തന്മാർന്നീടാം ഇതുമാതിരി താമസം എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിരുന്നോ? അങ്ങനെയൊന്നുമല്ല, തമോ ഗുണം കൊണ്ട് അധപ്പതിക്കുന്ന പറഞ്ഞത്. ദാനധർമാതയിൽ തന്നെ മുഴുകിയിടിലും ആ വിധം. ദാനധർമ്മത്തിൽ മുഴുകിയാലും തമോ ഗുണം പോയിട്ടില്ലെങ്കിൽ അബദ്ധം വരുന്നർത്ഥം. ഇതിന് നമ്മൾ അടുത്തുള്ളവരെയോ റിലേഷനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തമോ ഗുണവും രജോ ഗുണവും സാത്വിക ഗുണവും സ്വഭാവം നമ്മുടെയാണ്. അത് നമ്മൾ മാറ്റിയാൽ മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇന്ന് ഒരു കൗതുകത്തിന് ഞാനൊരു ന്യൂസ് പറയാം. ഒരു 3.5 hours ഏളി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താ? ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഈശ്വര ആരാധനയിൽ നിന്ന് നമ്മളെ പിടിച്ച് പിന്നിലേക്ക് വലിക്കും. ഏറെക്കുറെ ഒരാൾക്ക് 5 ഭാര്യമാരുണ്ടെങ്കിലത്തെ സ്ഥിതി എന്താ അതേപോലെ എന്നർത്ഥം വരുന്ന ശ്രീകൃഷ്ണ കഥാമൃതത്തിലത്തെ ഒരു ശ്ലോകം ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആകെ 2 പേരെ ഇതേവരെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ 2 പേർക്ക് അത് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മലയാളം അറിയാം, മലയാളികൾ ധാരാളമുണ്ട്. ഈവൻ ഇപ്പം നമ്മുടെ ഭാഗവത ഭക്തദാസൻ ചാനലിന് 1750 ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുന്നില്ല. പറഞ്ഞതിൻ്റെ താല്പര്യം, ഡേ ബൈ ഡേ നമ്മുടെ സംസ്കാരം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? എൻ്റെ പോസ്റ്റിന് റിമാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളതിനൊക്കെ ഫോട്ടോസിനും കാര്യങ്ങളൊക്കെ നല്ല കമൻസ് വരുന്നുണ്ടല്ലോ. നമ്മൾക്ക് ഈശ്വരാധീനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അറിയാൻ താല്പര്യമില്ല. ഞാനതാ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തോ ആവട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. രാജസദോഷത്താൽ പാപലേശം പലപ്പോഴും ഒരു കമ്മിറ്റഡ് സ്റ്റേറ്റ്മെൻ്റാണ്. വരാം രാജസദോഷത്താൽ പാപലേശം പലപ്പോഴും ശ്രീകൃഷ്ണ ചരണാംബോജ പ്രേമം താനുത്തമോത്തമം. ഈ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തേ മാർഗമുള്ളൂ? ശ്രീകൃഷ്ണ ചരണാംഭോജ പ്രേമം താൻ ഉത്തമോത്തമം. ഉത്തമത്തിൽ വെച്ച് ഉത്തമമായിട്ടുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവാദ പത്മത്തിൽ പ്രേമം തോന്നലാണ്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേറൊന്നും നോക്കാൻ പാടില്ല. നമ്മൾ ഇന്നലെ ഒരു വാട്സപ്പ് കണ്ടു. സംവെയർ ഇൻ യൂറോപ്യൻ കൺട്രീസ്, ഐ തിങ്ക് വെസ്റ്റേൺ കൺട്രീസ്, നോട്ട് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ്, 535 സാധാരണക്കാർക്ക്, അതായത് ഹെൽത്തി ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് പിടിപ്പിച്ച്
അതിനനുസരിച്ചിട്ടുള്ള കെമോതെറാപ്പിയും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ഡോക്ടർക്ക് എന്താ ലാഭം എനിക്കറിയില്ല. 535 ആൾക്കാരെ തൻ്റെ ആസ്പത്രിയിൽ വെച്ചിങ്ങനെ കെമോതെറാപ്പി കൊടുത്ത് കാശ് വാങ്ങുക. അത് പിടിക്കപ്പെട്ടിട്ട് 45 കൊല്ലം അദ്ദേഹത്തിനെ തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്, 45 years. അപ്പം ഞാൻ ഈ പറയണതിൽ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ആർക്കാണെങ്കിലും ശരി, ഇനിയിപ്പോൾ എനിക്കാണെങ്കിലും ശരി, നിങ്ങൾക്കാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ശരി, എന്തെങ്കിലും ഒരു ഫങ്ഷണൽ ഡിസോർഡർ ഒരു ഡോക്ടർ കണ്ടുപിടിച്ചാൽ ഡോണ്ട് റെസ്ട്രിക്റ്റ് ടു ദാറ്റ് വൺ ജെന്റിൽമാൻ. നമ്മുടെ കുടുംബത്തിൽ നമ്മളെ കബളിപ്പിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ, അല്ലെങ്കിൽ നമ്മുടെ ത്രൂ ഫ്രണ്ട്സ് വേറെ 1-2 ഡോക്ടറുടെ കമൻസ് എടുത്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവൂ. എന്നാൽ ശ്രീകൃഷ്ണ തിരുപാദ പത്മത്തിൽ താല്പര്യമുള്ളവർക്ക് ഈ അങ്കലാപ്പൊന്നും വരില്ല കേട്ടോ. ഞാൻ തുറന്നു പറയാം. ഇപ്പോൾ ഇന്നലെ സംവെയർ ഇൻ സൗത്ത് കേരള ഒരു അച്ഛൻ ഇന്നലെ വൈകുന്നേരം പാടത്തേക്ക് വെള്ളം തിരിക്കുകയാണ്. കഷ്ടകാലത്തിന് അതിൻ്റെ അടുത്തൊരു ലൈവ് വയറുണ്ടായിരുന്നു പന്നികളെ ചെറുക്കാൻ വേണ്ടിയിട്ട്. ഷോക്കേറ്റ് വെള്ളത്തിൽ വീണു. ആരോ ഒരു ശേഷം ടോർച്ചായിട്ട് വരുമ്പോൾ ഇത് കണ്ടു. അപ്പോൾ കള്ളു കുടിച്ച് വീണതാവും, അല്ലെങ്കിൽ അതായത് മുങ്ങിച്ചാവാനുള്ള വെള്ളമില്ല, പാടത്ത് ഇങ്ങനെ കമ്മെന്നടിച്ച് കിടക്കുകയാണ്. അയാളുടെ മകനോട് പറഞ്ഞു. മകൻ ഇമോഷണൽ ആസ്പെക്റ്റിൽ എടുത്ത് ചാടി, അയാൾ മരിച്ചു. എന്താ ഇപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക? സാഹചര്യങ്ങൾ നമ്മളെ മാനുഷിക പരിഗണന ഇല്ലാതെ കണ്ട് അധപ്പതിപ്പിച്ചു. എടുത്ത് ചാട്ടാണ്, എല്ലാറ്റിനും എടുത്ത് ചാട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആധ്യാത്മിക ഇൻ്റലിജൻസ് വളർത്താൻ നമ്മളാരും ശ്രമിക്കണില്ല. അതാണ് സത്യം. മനസ്സിലായില്ലേ? എനിക്ക് ദുഃഖം തോന്നാൻ കാരണം എന്താ? ഞാൻ ഇതിൻ്റെ മാധ്യമത്തിൽ മാത്രം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാർഡ് ആൻഡ് ഫാസ്റ്റായിട്ട് ഇത് ഡെലിവറി ചെയ്യണത്. അപ്പോൾ ശ്രീകൃഷ്ണ ചരണാം ഭോജ പ്രേമം താനുത്തമോത്തമം ഇതെല്ലാം ഉള്ളിൽ വെച്ചും കൊണ്ടരുൾ ചെയ്തു മാമുനി. ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട്, ഇതെല്ലാം ഞാൻ ഉള്ളിൽ വെച്ചും കൊണ്ടാണ് ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഒരു കോഷൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വിശുദ്ധ പ്രേമമുൾ തിങ്ങും വിഷ്ണുരാധനോടിങ്ങനെ. പക്ഷേ ഇത് ആരോടെ പറയാൻ പറ്റുള്ളൂ? ഞാൻ പറഞ്ഞില്ലേ, 3-3.5 മണിക്കൂറിൽ 2 ആളെയാണ് കമൻ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ, വിശുദ്ധ പ്രേമം മുൾത്തിങ്ങും വിഷ്ണുരാധനോടിങ്ങനെ. ശുഖബ്രഹ്മ മഹർഷി ഉത്തമ ഭക്തനായിരിക്കുന്ന, വിഷ്ണു ഭക്തനായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. നൃഗൻ്റെ ചരിതം പുണ്യം ധർമ്മതത്വപ്രകാശകം. നൃഗൻ്റെ ചരിതം പുണ്യം, നൃഗൻ്റെ ഒരാളുടെ പേരാണ്. അയാളുടെ ചരിത്രം പുണ്യം ധർമ്മതത്വപ്രകാശകം. എന്താ സബ്ജക്റ്റ്? അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? ധർമ്മതത്വപ്രകാശകം. അദ്ദേഹത്തിൻ്റെ ജീവിതം ധർമ്മതത്വപ്രകാശകനാണ്. നമുക്കില്ലാതെ കണ്ട് പോയതും അതാണ്. ആപാദമധുരം ഭക്തിപ്രദം ആലോചനാമൃതം. ആപാദമധുരം, ആപാദം ശരീരത്തിലെല്ലാം, തല മുതൽ പാദം വരെ, പാദം മുതൽക്ക് തല വരെ. ആപാദമധുരം ഭക്തിപ്രദം ആലോചനാമൃതം. ആലോചനാമൃതം അമൃതമുണ്ട്. ദശമൂലാരിഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതേമാതിരി ആലോചനാ അമൃതം. ആലോചിക്കാൻ. ഇപ്പോൾ ഈ ഷോക്കടിച്ച് മരിച്ചത് 2 പേരുടെയും ആലോചന ഇല്ലാതെ കണ്ട. അതേമാതിരി ആ ഡോക്ടറുടെ കഥ പറഞ്ഞാൽ അയാൾക്ക് ആലോചന ഇല്ലാതെ കണ്ട് പോയത് സ്വന്തം സഹോദരങ്ങളെ പോലെയുള്ളവരെയും, സ്വന്തം അച്ഛനെ പോലെയുള്ളവരെയും, സ്വന്തം മക്കളെ പോലെയുള്ളവരെയും ആണ് അദ്ദേഹം ഇല്ലാത്ത സൂക്കർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കെമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ.
അപ്പോൾ കാശിന് മാത്രം ത്വരയാവ കാരണമല്ലേ പ്രശ്നം. അപ്പോൾ ഇവിടെ ഞാൻ പറയണോ, ഞാൻ കാശിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കാൻ ഇപ്പോഴും എനിക്ക് ശക്തിയുണ്ട്, പക്ഷേ അത് എനിക്ക് ശാന്തിയും സമാധാനവും തരില്ല. അപ്പോൾ ഭാഗവതത്തിൽ നിന്ന് അണുയിട വ്യതിചലിക്കാതെ കണ്ട് ജീവിച്ചാൽ ജീവിതം എങ്ങനെ സൗഭാഗ്യപൂർണ്ണമാവും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ജീവിതം. എനിക്ക് ധൈര്യമായിട്ട് പറയാം, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പൂന്തോപ്പിൽ ഒരു നാളമ്പാർന്ന് അംബുജാക്ഷൻ്റെ കുട്ടികൾ, ദ്വാരകയിൽ പൂന്തോപ്പിൽ ഒരു നാൾ അമ്പാർന്ന് സ്നേഹത്തോടു കൂടി അംബുജാക്ഷൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുട്ടികൾ, സാമ്പൻ പ്രത്യുപ്നനും തൊട്ട തരുണന്മാർ മനസ്സുകൾ. സാമ്പൻ സത്യഭാമയുടെ അല്ലേ മകൻ, പ്രത്യുപ്നനും തൊട്ട തരുണന്മാർ മനസ്സുകൾ, കളിച്ചു ദാഹിച്ചു മടങ്ങിയിടെ കണ്ടാർ മഹാത്ഭുതം. കളിച്ച് ദാഹിച്ച് മടങ്ങിയിടെ കണ്ടാർ മഹാത്ഭുതം. നമ്മൾക്കും കഥയെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കളിച്ച് ദാഹത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പൻ പ്രത്യുപ്നൻ തൊട്ട ബാലന്മാരുടെ ഒപ്പം നമ്മളുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ അവരുടെ ഒരു ദ്വാരകയിൽ ആരോ ആയിക്കിട്ടാവാം, ഭഗവാന്റെ ഭൃത്യനാവാം, അല്ലേ, സൂപ്പർവൈസർ ആവാം, ഭൃത്യൻ എന്ന് പറയാൻ മടിയുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് കഥ വേഗം മനസ്സിലാവും, തത്വങ്ങൾ മനസ്സിലാവും. വെള്ളമില്ലാത്ത കിണറിൽ കുന്നുപോലൊരു ജന്തുവേ. അവരെന്താ കണ്ടത്? വെള്ളമില്ലാത്ത കിണറിൽ കുന്നുപോലൊരു ജന്തുവേ, പൊന്നിറം പൂണ്ടുമേൽ പോട്ടു നോക്കി നിൽക്കുന്നൊരൊന്തിനെ. മേപ്പോട്ട് തല ഉയർത്തി നോക്കി നിൽക്കുന്ന ഒരു ഓന്തിനെയാണ് അവർ കണ്ടത്. കയർ കൊണ്ടതിനെ പൊക്കാൻ കഴിയാഞ്ഞ് അച്ഛനോടുടൻ. അവർക്ക് കയറ് കെട്ടി ഇതിനെ വലിച്ച് പുറത്തേക്ക് എടുക്കണമെന്നുണ്ട്, സാധിച്ചില്ല. എന്നാൽ ശരി, അച്ഛനോട് ഈ പ്രത്യുപ്നൻ മകൻ സാമ്പനൊക്കെ ഭഗവാന്റെ മക്കളല്ലേ, എന്നാൽ അച്ഛനോട് പറഞ്ഞിട്ട് ഈ ഓന്തിനെ ഒന്ന് രക്ഷിക്കാം. അപ്പോൾ പൊന്നിറം പൂണ്ടുമേൽ പോട്ടു നോക്കി നിൽക്കുന്നോരോന്തിനെ കയർ കൊണ്ടതിനെ പൊക്കാൻ കഴിയാഞ്ഞ് അച്ഛനോടുടൻ ചെന്ന് പോയി പറഞ്ഞു, വിശ്വവാത്സല്യനിധി. ഭഗവാൻ ആരാ? വിശ്വവാത്സല്യനിധി. വിശ്വത്തെയും വിശ്വത്തിലുള്ളവരെയൊക്കെ വാത്സല്യം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. പക്ഷെ നമ്മൾക്ക് ആ വിചാരമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വിശ്വവാത്സല്യനിധി വന്നു കരേറ്റിനാൻ ഇടം തൃക്കൈ താഴ്ത്തേടെ അതിൽ തങ്ങി മഹാമതി. ഇടത് കൈ കൊണ്ട് ഭഗവാൻ ആ ഓന്തിനെ എടുത്ത് പുറത്തേക്ക് വെച്ചു. ശ്രദ്ധിക്കണം, ഇടത് കൈ കൊണ്ട്. മഹാമതി പുണ്യശ്ലോകൻ തൊട്ട നേരം പാപമാകയകന്നവൻ പൂമ്പട്ടും വളയും മുത്തുമാലയും പൊൻകിരീടവും മണികുണ്ഡലവും മറ്റും അണിഞ്ഞ് ഒരു അതികോമളൻ നമസ്കരിച്ചാൻ നാഥൻ്റെ മുമ്പിൽ കാലം തെളിഞ്ഞവൻ. എന്താ ഒരു പ്രസൻറ്റേഷൻ! ഓന്തായിട്ടുള്ളൊരു ജീവിയെ ഭഗവാൻ തൻ്റെ ഇടത് കൈ കൊണ്ട് എടുത്ത് പിന്നെ കിണറ്റിൻ്റെ പുറത്തേക്ക് വെച്ചപ്പോഴേക്കും അയാൾ ഒരു അതീവ സുന്ദരനും കോമളാംഗനും സർവത്ര ആഭൂഷണങ്ങളൊക്കെ ധരിച്ചിട്ട് ഒരു എന്താണെന്നാ പറയുക, സ്വർഗലോകത്തെ ഒരു അന്തേവാസിയെ പോലെ. സ്വർഗലോകം എന്ന് പറഞ്ഞാൽ അത് കിന്നരന്മാർ, ഗന്ധർവന്മാർ പലവരും ഉണ്ട്, അതിൽ ഒന്നാളെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പറഞ്ഞപ്പോൾ വിശ്വവാത്സല്യം നിധിയായിരിക്കുന്ന ഭഗവാൻ ഇയാളെ കരേറ്റിന്ന് പറഞ്ഞു. ഇടം തൃക്കൈ താത്തേടെ അതിൽ തങ്ങി മഹാമതി പുണ്യശ്ലോകൻ തൊട്ട നേരം. ഇവിടെ പുണ്യശ്ലോകൻ ആരാ? ഭഗവാൻ. തൊട്ട നേരം പാപമാകെ അകന്നവൻ. ഇതൊരു ഗുണപാഠമായിരിക്കണം. ഭഗവത് തൃപ്പാദങ്ങളിൽ ഞാനും നിങ്ങളും മണ്ടമുട്ടിയാൽ നമുക്ക് ഫീൽ ചെയ്യണം, ഓക്കെ, എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ തലയിൽ നിന്ന് കുറേ പാപചിന്തകൾ പോയി എന്ന്. അങ്ങനെ അതൊരു പെർമനൻ്റ് അഫെയറായിട്ട് മാറും.
ഭഗവാന്റെ തിരുപാദ പത്മത്തിൽ മണ്ട മുട്ടുക എന്നുള്ളത്. അപ്പോൾ ആ ഫീലിംഗ് എക്സ്പെക്റ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മൾക്ക് തോന്നും ഞാൻ വിമുക്തനായി. എന്തിൽ നിന്ന്? സംസാരസാഗരേ മഗ്നം ദീനമ്മാം കരുണാനിധേ. എന്നെ ഭഗവാൻ സംസാരസാഗരത്തിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നണം. അത് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള പോലെ ജീവിച്ചിരിക്കണം. അതെങ്ങനെയാണ്? ഭഗവാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹജീവികളെ സന്തോഷിപ്പിക്കൂ. കാരണം എന്താ? ഭഗവാൻ വസിക്കുന്നത് മനുഷ്യന്മാരുടെ ഹൃദയഗഹ്വരത്തിലാണ്. മനുഷ്യരുടെ ഹൃദയഗഹ്വരത്തിൽ ആണ് ഇരിക്കണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പുണ്യശ്ലോകൻ തൊട്ട നേരം പാപമാകയ കണ്ണവൻ പൂമ്പട്ടും മലയും മുത്തുമാലയും പൊൻകിരീടവും മണികുണ്ഡലവും മറ്റും അണിഞ്ഞ് ഒരു അതികോമളൻ നമസ്കരിച്ചാൻ നാഥൻ്റെ മുമ്പിൽ കാലം തെളിഞ്ഞവൻ. അത് അതിലേറെ നല്ലൊരു പദ, കാലം തെളിഞ്ഞവൻ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ മുമ്പേ അദ്ദേഹത്തിന് കാലം തെളിയാത്തത്? അതിന് കഥ പറയും. കഥയിൽ ഇദ്ദേഹം മഴത്തുള്ളികളെ എണ്ണി തിട്ടപ്പെടുത്താം, മൺതരികളെ എണ്ണി തിട്ടപ്പെടുത്താം, അത്രയും പശുക്കളെ ദാനം ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ദാനം ചെയ്ത് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു പശു ദാനം കൊടുക്കാനുള്ള കൂട്ടത്തിൽ വന്ന് കയറി. അതറിയാതെ കണ്ട് വേറൊരാൾക്ക് കൊടുത്തു. അയാൾ ആ പശുവിനെ ആട്ടിക്കൊണ്ടുപോകുമ്പോൾ വേറൊരാൾക്ക് തോന്നി എൻ്റെ കൂട്ടത്തിലത്തെ പശുവാണല്ലോ ഇത് എന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഇതിവൃത്തം. ഒടുക്കം കാലം അവർ തമ്മിൽ വളരെയധികം സംവാദമായി. ഒടുക്കം കാലം ഈ നൃഗൻ മഹാരാജാവിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു പശുവിന് ഞാൻ 1000 പശുക്കൾ തരാം, നിങ്ങൾ ലഹള കൂടരുത്. പറ്റില്ല എന്നായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കർമ്മം കുറുങ്ങി, കർമ്മം കുറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? യമധർമ്മരാജാവിൻ്റെ അടുത്ത് എത്തി കേസ് വിസ്താരായി. ചെയ്ത പാപത്തിൻ്റെ ദോഷം അനുഭവിക്കണോ അല്ല പുണ്യം അനുഭവിക്കണോ? അപ്പോൾ പറഞ്ഞു, നരകം അനുഭവിച്ചിട്ടാവാം സ്വർഗം അനുഭവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓന്തായി പോട്ടെ എന്നും, ഒരു പൊട്ടക്കിണറ്റിൽ ഓന്തായി പോട്ടെ എന്നും. കുറേ കാലം കഴിഞ്ഞ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കരസ്പർശം ഉണ്ടാകുമ്പോൾ മോക്ഷം കിട്ടുന്നതായിരുന്നു ശാപവും ശാപമോക്ഷവും. അതാണ് കാലം തെളിഞ്ഞവൻ. അപ്പം കാലം തെളിയാത്തവൻ തലകുത്തി നിന്നിട്ടും യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒരേ സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാവണം നമ്മുടെ കാലം തെളിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗോ ഓൺ ഡൂയിങ് ഗുഡ് കർമാസ്. മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പിച്ചാൽ അത്രയും ആൾക്കാരുടെ ഉള്ളിലുള്ള ബ്രഹ്മചൈതന്യം നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇതൊരു എന്താണ് പറയുക, ഒരു വെരിഫിക്കേഷനാണ്. അതായത് സയൻറ്റിഫിക് വെരിഫിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് നോക്കിയാൽ പോരെ, അതേപോലെ. അപ്പോൾ നമ്മൾ ജനിച്ചിട്ടുള്ള തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മ അർത്ഥ കാമ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതല്ലാതെ കൊണ്ടുള്ളൊരു ജീവിതം നമ്മളെ എവിടെ എത്തിക്കില്ല എന്ന് പറഞ്ഞു തരാൻ നമ്മൾക്ക് സംവിധാനങ്ങളില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, അത്ഭുതം പൂണ്ടു സാമ്പാതി സർവരും നോക്കി നിൽക്കവേ മെല്ലെ ചോദിച്ചു സർവജ്ഞനെങ്കിലും കരുണാനിധി. ഭഗവാൻ സർവജ്ഞനാണ്. എന്താ ഇതിന് കാരണം എന്നൊക്കെ ഭഗവാൻ അറിയാം. പക്ഷെ ഭഗവാൻ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് എന്ത് മനസ്സിലാവില്ല. അപ്പോൾ താൻ ആരാണ്, ഇപ്പോൾ ഈ ദിവ്യരൂപം കിട്ടാൻ കാരണം എന്താണെന്നൊക്കെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ അതീവ സുന്ദരഗാത്രനായിട്ടുള്ള ഒരു ദേവലോകത്തെ ഒരു പ്രമാണീനെ പോലുള്ള ആളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അദ്ദേഹത്തിൻ്റെ ചരിതം ഏവർക്കും അറിയിക്കുവാൻ
അദ്ദേഹം ആരായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നത് എന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചരിതം ഏവർക്കും അറിയിക്കുവാൻ അതിസൗന്ദര്യമാർന്നിടും അങ്ങേതോ ദേവനെന്നു ഞാൻ. അങ്ങ് ഏതോ ഒരു ദേവനാണെന്ന് ഞാൻ അങ്ങയുടെ രൂപലാവണ്യത്തിൽ നിന്ന് മനസ്സിലാക്കണു എന്ന് ഭഗവാൻ പറഞ്ഞു. ഊഹിച്ചിടുന്നേൻ ഈ മട്ടിൽ വരാൻ കാരണം കാൺമീല കാരണം. ഞാൻ ഊഹിക്കണു. എന്താ ഊഹിക്കണത്? ഈ മട്ടിൽ വരാൻ കാൺമീല കാരണം. ഇങ്ങനെ ഓന്തായിട്ട് വരാൻ ഒരു കാരണം ഞാൻ കാണുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ദുഷ്കർമ്മമേതു വിധവും ചെയ്യുകില്ല അങ്ങൊരിക്കലും. ഇതാണ് സത്യം. അങ്ങ് ഒരു ദുഷ്കർമ്മം ചെയ്തിട്ടാണോ അത്? അല്ല. ഭഗവാൻ ധർമ്മമേത് അധർമ്മമേത് എന്ന് മറ്റുള്ളവർ ധരിക്കാൻ വേണ്ടി ആസൂത്രിതമായി നടിച്ച ഒരു ലീലയാണ് ഈ പശു കൂട്ടം തെറ്റിപ്പോയതൊക്കെ. അതുകൊണ്ടാണ് ഊഹിച്ചിടുന്നേൻ ഈ മട്ടിൽ വരാൻ കാൺമീല കാരണം ദുഷ്കർമ്മമേതുവിധവും ചെയ്യുകില്ല അങ്ങ് ഒരിക്കലും. ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സർട്ടിഫിക്കറ്റാണ്. അതിൽ നമ്മൾ വിശ്വാസം വേണം. സൽക്കർമ്മത്തിങ്കലൊന്നെന്തോ പിഴ പറ്റിയ മാതിരി. സൽക്കർമ്മത്തിങ്കൽ ഒന്നെന്തോ പിഴ പറ്റിയ മാതിരി തോന്നുന്നു. അതാണ് ശരി. ഒരു യുക്തി കൊണ്ടങ്ങേ പേരും വിവരമൊക്കെയും. എനിക്ക് മനസ്സിലാവണത് സത്കർമ്മം ചെയ്യുമ്പോൾ എന്തോ ഒരു അപാകത പറ്റി കാണും. യുക്തി കൊണ്ട് അങ്ങേ പേരും വിവരമൊക്കെയും. അതുകൊണ്ട് അങ്ങയുടെ പേരെന്താണ്, അങ്ങ് ആരായിരുന്നു, എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ തർക്കടില്ല. ഗോപ്യമല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ട് അറിവാൻ മോഹമെത്രയും. ഭഗവാൻ പറയാണ്, പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയണ്ട. പറയാൻ സന്മനസ്സുണ്ടെങ്കിൽ, ഞങ്ങൾ മനസ്സിലാക്കുന്നതിൽ അങ്ങയ്ക്ക് ജാള്യത ഇല്ലെങ്കിൽ അങ്ങയ്ക്ക് പറയാം എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതാണ്. ഒരാളേനും പ്രഷറൈസ് ചെയ്ത് നീ പറ എന്ത് സംഭവിച്ചു എന്ന് പറ. അതായത് ആ വ്യക്തിക്ക് നമ്മളോട് പറയാൻ താല്പര്യമുണ്ടെങ്കിലല്ലേ നമുക്ക് കേൾക്കണേൽ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗോപ്യമല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ട് അറിവാൻ മോഹമെത്രയും അനന്തമൂർത്തി അലിവാർന്നരുളും മൊഴികേട്ടുടൻ. അപ്പോൾ ഭഗവാനെ പറ്റി വീണ്ടും ഒരു പര്യായം വരുന്നുണ്ടായി. അനന്തമൂർത്തി അലിവാർന്നരുളും മൊഴികേട്ടുടൻ. അപ്പോൾ ഭഗവാന് ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അലിവാർന്ന് സംസാരിക്കാന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ വർത്തമാനം അലിവാർന്നിട്ട് വേണ്ടേ ആരോടും പരുഷമായിട്ട് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു അപ്പോൾ അനന്തമൂർത്തി അലിവാർന്നരുളും മൊഴികേട്ടുടൻ ആനന്ദമുൾ തെങ്ങിയുടൻ ചൊല്ലിനാൻ തൊഴുതിങ്ങനെ. ആനന്ദമൂർത്തി ആനന്ദം ഉൾത്തിങ്ങി ഉടൻ ചൊല്ലിനാൻ തൊഴുതിങ്ങനെ. അപ്പോൾ ആ ദേവൻ ദേവലോകത്തൊരാൾ അല്ലേ, ദേവത്വം പ്രാപിച്ചിട്ടൊരാൾ തൊഴുതും കൊണ്ട് ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭഗവാൻ ദേവലോകത്തുള്ള ഒരാളേക്കാൾ വലിയവനാണെന്നെങ്കിലും നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ഒരു പക്ഷേ ദാനികളിൽ അപ്പോൾ ആനന്ദമുൾ തിങ്ങി ഉടൻ ചൊല്ലിനാൻ തൊഴുതിങ്ങനെ ഇക്ഷ്വാകു സോദരൻ പേര് നൃഗനെന്നാം മഹാപ്രഭു. ഇക്ഷ്വാകു എന്ന ചക്രവർത്തിയുടെ സഹോദരനാണ് ഞാൻ. എൻ്റെ പേര് നൃഗൻ എന്നാണ്. ആരോടാ പറഞ്ഞത്? മഹാപ്രഭു. ഭഗവാൻ മഹാപ്രഭുവാണെന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് വേണം. ഒരുപക്ഷെ ദാനികളിൽ കേട്ടേക്കാം എൻ്റെ നാമവും. ഈ പ്രപഞ്ചത്തിൽ എത്ര ഉണ്ടായിരുന്നു, അതിൽ വെച്ച് വളരെയധികം നല്ല ദാനധർമ്മങ്ങൾ ചെയ്ത ആളാണ് ഞാൻ. ആ ദാനധർമ്മങ്ങളെപ്പറ്റി അങ്ങക്ക് വിവരമുണ്ടെങ്കിൽ അങ്ങ് എൻ്റെ പേര് കേട്ടിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. സച്ചിദാനന്ദകനാം അവിടേക്കെന്തെന്നറിഞ്ഞിടാ. അപ്പോൾ നൃഗൻ സംഗതി മനസ്സിലായി. ശാപമോക്ഷം കിട്ടിയപ്പോൾ അത് ശ്രീകൃഷ്ണനാണ് എന്നുള്ളത്
നൃഗമഹാരാജാവിന് ബോധ്യപ്പെട്ടു. സച്ചിദാനന്ദഘനനാം. അപ്പോൾ ഭഗവാൻ ആരാ? സത് ചിത് ആനന്ദഘനൻ. അതിനെ ചന്ദനം ചാർത്താൻ പറ്റുമോ? അതിന് അഭിഷേകം ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ചന്ദനം ചാർത്തുന്നതും അഭിഷേകം ചെയ്യുന്നതും ആർക്ക് വേണ്ടിയിട്ടാണ്? ബാലിശമായ സ്വഭാവത്തിൽ സഗുണത്തിൽ ഭഗവാനെ കാണാൻ തിക്കും തിരക്കും കൂട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം. ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ നിരാകാരത്തിൽ ഈശ്വരൻ പ്രേമസ്വരൂപനാണ് എന്നുള്ള നിലയിൽ നമ്മൾക്ക് നമ്മുടെ അനുഭൂതി മണ്ഡലത്തിൽ എന്നിൽ നിന്ന് അന്യനല്ല, എന്നിൽ തന്നെയാണ് ബ്രഹ്മം, ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് ബോധ്യമാവാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നാലും നാഥ നിൻ ആജ്ഞയോർത്തു ഞാൻ താൻ ഉര ചെയ്തിടാം. അങ്ങ് സർവജ്ഞനാണെന്ന് എനിക്കറിയാം. പക്ഷെ കാരണം ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളത് എൻ്റെ കടമയാണ്. എന്നാലും നാഥ നിൻ ആജ്ഞയോർത്ത്, അങ്ങയുടെ ആജ്ഞയ്ക്ക് വിധേയനാണ് ഞാൻ. താൻ ഉര ചെയ്തിടാം അസംഖ്യം പൈക്കളെ കൊമ്പും കുളമ്പും പൊന്നിൽ മൂടി ഞാൻ. അസംഖ്യം, സംഖ്യയില്ലാത്ത അത്ര ഞാൻ പശുക്കളെ കൊമ്പ് സ്വർണം കെട്ടി, കുളമ്പ് വെള്ളി കെട്ടി, സ്വർണ്ണ നൂലിട്ട് പട്ടുകൊണ്ട് പൊതിഞ്ഞിട്ടൊക്കെ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. ചെയ്തേൻ ദാനം സദാചാരശീലരാം ബ്രാഹ്മണർക്ക്. ഞാൻ ആർക്കാ കൊടുത്തിട്ടുള്ളത്? അതൊരു ബാലപാഠമാണ് നമ്മൾക്ക്. ചെയ്തേൻ ദാനം സദാചാരശീലന്മാർ, സദാ ആചരിക്കേണ്ട ആൾക്കാർ, ആചരിച്ചു വരുന്ന ആൾക്കാർ. ചെയ്തേൻ ദാനം സദാചാരശീലരാം ബ്രാഹ്മണർക്ക്. ഏതോ കടിഞ്ഞൂൽ പെറ്റവ കുടം കണക്കായി പാലുമുള്ളവ. ഒരു കുട 2 കുടമൊക്കെ പാല് കറക്കണം. അതെ, ഏതേതാൾക്കും കറക്കാവുന്നവ, അങ്ങനത്തേനെ കൊടുക്കാൻ പാടുള്ളൂ. രൂപശീല ഔദാര്യങ്ങളുള്ള പശുക്കളെ കൊടുക്കാൻ പാടുള്ളൂ. ചവിട്ടാത്ത പശുക്കൾ, ആർക്കും കറക്കാവുന്നത്, ഷാഠ്യമില്ലാത്തത്. ഏതേതാൾക്കും കറക്കാവുന്നവ കൺതട്ടിടുന്നവ, അതായത് കണ്ടാൽ കണ്ണ് തട്ടുമെന്ന് തോന്നും അത്രയും നല്ല പശുക്കൾ. സത്യം ക്ഷമ സദാചാരം അനസൂയ സമാധിയും. ഞാൻ കൊടുത്തിട്ടുള്ള ബ്രാഹ്മണരുടെ സത്യം, ക്ഷമ, സദാചാരം, അനസൂയ. അനസൂയ എന്ന് പറഞ്ഞാൽ അസൂയ ഇല്ലാത്ത. ക്ഷമാദിയും ശീലിച്ചിടും ഗൃഹസ്ഥന്മാർ യുവാക്കന്മാർക്കു വേണ്ട പോൽ വസ്ത്രാലങ്കാര സഹിതം, വസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ച് എത്രയും ഭക്തിപൂർവകം. ഞാൻ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? എത്രയും ഭക്തിപൂർവകം നൽകിനേൻ തെല്ലതിൽ തെറ്റുപറ്റിപ്പോയി മഹാപ്രഭോ. ആ ദാനം കൊടുക്കുന്നതിൽ ചെറിയൊരു പശുക്ക് പറ്റി. അതെന്തായിരുന്നു? അതാണ് പറഞ്ഞത്. ഭക്താപദംസമായി മിന്നും ഒരു വൃപ്രനെഴും പശു. ഭക്താപദംസമായി മിന്നും ഒരു വിപ്രനെഴും പശു എൻ പൈക്കൂട്ടത്തിൽ ഒരു നാൾ വന്നു ചേർന്നാളതൽപ്പവും അറിയാതേകി അതിനെ പിറ്റേ നാൾ മറ്റൊരാൾക്കു ഞാൻ കൊടുത്ത് ദാനം ചെയ്ത കൂട്ടത്തിലൊരു പശു ഈശ്വരഹിതം, ഈശ്വരേച്ഛ കൊണ്ട് കൊടുക്കാനുള്ള പശുക്കളിൽ വന്നു ചേർന്നു. അതാണ് ഭക്താവതംസമായി മിന്നും ഒരു വിപ്രനെഴും പശു എൻ പൈക്കൂട്ടത്തിൽ ഒരു നാൾ വന്നു ചേർന്ന് അല്പവും അറിയാതേകി അതിനെ പിറ്റേ നാൾ മറ്റൊരാൾക്കു അതിനുടമ ചോദിക്കേ ചൊല്ലിനാൻ കൊണ്ടുപോകും ദ്വിജൻ. അപ്പോൾ ആദ്യം ഈ പശുവിനെ വാങ്ങിയിട്ടുള്ള ആൾ ആ പശു വേറൊരാൾ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എനിക്ക് ഇത് നൃപന്ദാനം ചെയ്തത് എന്ന് ഇരുപേരുകളും, ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും പറഞ്ഞത് ശരിയല്ലേ, എനിക്ക് നൃപം തന്നതാണ്. പക്ഷെ പശു കൂട്ടം തെറ്റിയതിന് രാജാവ് എന്തു പഴിച്ചു? അതാണ് ഭഗവാന്റെ ലീല. അതുകൊണ്ടാണ് സഹിക്കാവുന്നതും സഹിക്കാൻ പാടില്ലാത്തതുമായ സുഖങ്ങൾ വരുമ്പോൾ
രണ്ടും ഈശ്വരൻ്റെ വരപ്രസാദമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ രണ്ടിലും നമ്മൾ ഭഗവാനെ കുറ്റം പറയല്ല വേണ്ടത്. എൻ്റെ കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ എന്നെ ശാസിക്കാൻ, ഞാൻ നേരായ വഴിയിൽ പോവാൻ വേണ്ടി ഈശ്വരൻ ചെയ്യുന്നൊരു നാടകമാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വന്നു എനിക്കിത് നിർബന്ധാനം ചെയ്തതെന്ന് ഇരുപേർകളും വാദിച്ചു വന്നു. ചോദിച്ചാർ ഉടൻ കഷ്ടത്തിലായി ഞാൻ. എന്താ ചെയ്യാന്നറിയാണ്ടേ ക്ഷമാപണം ചെയ്തു രണ്ടുപേരോടും ചൊല്ലി ഇങ്ങനെ. ഞാൻ ക്ഷമ ചോദിച്ചു രണ്ടുപേരോടും. അവരോട് ആൾട്ടർനേറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാം തരം പൈക്കളെ ഇന്നേകാം ലക്ഷം ഒരാൾക്കു ഞാൻ. ഒരു പശുവിന് വേണ്ടി ഞാൻ 1,00,000 പശു തരാം. അറിയാതെ ഈ വിധം വന്നു പോയ തെറ്റു പൊറുക്കണം. എൻ്റെ കയ്യിൽ വന്ന തെറ്റ് നിങ്ങൾ സഹിക്കണം, പൊറുക്കണം. 50,000 പശുക്കൾ നിങ്ങൾ എക്സ്ട്രാ കൊണ്ടുപോയിക്കോളും. ഒന്നാം തരം പൈക്കളെ ഇന്നേകാം ലക്ഷം ഒരാൾക്ക് ഞാൻ. ഓരോരുത്തർക്കും തന്നെ അർത്ഥം. അറിയാതെ ഈ വിധം വന്നു പോയ തെറ്റു പൊറുക്കണം. പയ്യനുടമ അന്നോതി മഹാത്മാവാം ദ്വിജോത്തമൻ. അതാണ് ബ്രാഹ്മണരെ ഇദ്ദേഹം കുറ്റം പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. കാരണം നമ്മുടെ ജോലിയല്ല. അതുകൊണ്ടാണ് പയ്യനുടമയെന്നോതി. ഞാൻ കൊടുത്ത പശുവിൻ്റെ ഉടമയുള്ളോ, അല്ലാണ്ട് ഞാനല്ലല്ലോ ഉടമ, അത് വാങ്ങിയ ആളല്ല ഉടമ. പയ്യനുടമ അന്നോതി മഹാത്മാവാം ദ്വിജോത്തമൻ. അദ്ദേഹം ചില്ലറക്കാരനല്ല, വലിയവനായിരുന്നു. ഇന്നോളം ഞാൻ പശുദാനം വാങ്ങിയില്ല നൃപോത്തമ. ഇന്നോളം ഞാൻ പശുദാനം വാങ്ങിയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എൻ്റെ പശുവിനെ എനിക്ക് കിട്ടണം. അപരിഗ്രഹമാം പുണ്യവ്രതം ശീലിക്കയാണു ഞാൻ. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ പരിഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ ഞാൻ ചെയ്യില്ല എന്ന്. അപരിഗ്രഹമാം പുണ്യവ്രതം ശീലിക്കയാണു ഞാൻ. നല്ല കാര്യങ്ങൾ എന്തെല്ലാം പഠിപ്പാനുണ്ട് മന്നിതിൽ. ഇതെല്ലാം നമുക്കുള്ള ഗുണപാഠങ്ങളാണ്. ഈ കോൺവെർസേഷനിലുള്ള ചോദ്യവും ഉത്തരവും ഒക്കെ നമ്മുടെ ഇൻ്റലിജൻസ് അപ്റ്റായിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കണില്ല. സന്ദർഭം കിട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, സമയമായില്ല പോലും. എനിക്ക് അതൊരു ദുഃഖമില്ല. നല്ല കാര്യങ്ങൾ എന്തെല്ലാം പഠിപ്പാനുണ്ട് മന്നിതിൽ. ഫ്രീ ആയിട്ട് നമ്മളത് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇതേ മനുഷ്യജന്മം കൊണ്ട് ഈശ്വരാനുഗ്രഹത്തിനാൽ കൈവന്നതാം മഹത്തായ സന്ദർഭം പോക്കിടാതെ നമ്മൾ കൈവന്ന സച്ചിദാനന്ദ സ്വരൂപൻ്റെ അനുഗ്രഹവിലാസം നിറഞ്ഞ പ്രസൻറ്റൻസിനെ നിരാകരിക്കരുത്. പ്രസൻറ്റൻസാണ് അല്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറയുന്നതും വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നതും ഒക്കെ വർത്തമാനകാലത്തിലാണ്. അപ്പോൾ വർത്തമാനകാലത്തിലുള്ളത് മാത്രമാണ് ശരി, നാളത്തെ കാര്യം നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ഇതേ മനുഷ്യജന്മം കൊണ്ട് ഈശ്വരാനുഗ്രഹത്തിനാൽ കൈവന്നതാം മഹത്തായ സന്ദർഭം പോക്കിടാതെ നാം അത് വേണ്ട മാതിരി ചെലവഴിക്കാതെ കണ്ട് നമ്മൾ ദൂർത്തന്മാരാവേ അല്ലെങ്കിൽ മമതാഗ്രന്ഥികളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുകയാണെങ്കിൽ അത് നിഷ്ഫലമായി തീരും എന്നുള്ള പ്രാമാണിക തത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.